മനോഹരമായ കാഴ്ച. ഗജവീരനത പുറത്തേക്ക് ഇറങ്ങുന്നു. അതെ, ഒന്ന് താഴ്ത്തി കൊടുത്താൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറ്റൂ. ആ പൊക്കമുണ്ട്. ആളുകൾ മാറിക്കൊടുക്കുന്നു. ആളുകളെ പതുക്കെ അകറ്റണം. വളരെ സുരക്ഷിതമായ നിലയിൽ തന്നെ പതുക്കെ എറണാകുളം ശിവകുമാർ നീതലക്കാവിലമ്മയെ ശിരസിലേറ്റി ആ ഗജവീരൻ പുറത്തേക്ക് വരികയാണ്. മനോഹരമായ അതിമനോഹരമായ കാഴ്ച. ലോകത്ത് തന്നെ മേളം ആരംഭിച്ചിരിക്കുന്നു. പറയൊക്കെ ഇവിടെ നേരത്തെ തന്നെ തയ്യാറായിരുന്നു. ആളുകളുടെ ആർപ്പുവിളി മറ്റെവിടെയും കാണാനാകാത്ത കാഴ്ച. പ്രിയപ്പെട്ടവരെ, ഇതാ തൃശൂർ പൂരം അങ്ങനെ വിളംബരം ചെയ്യപ്പെടുകയാണ്. പൂരങ്ങളുടെ പൂരം വിളംബരം ചെയ്യപ്പെടുന്നു. എറണാകുളം ശിവകുമാർ നെയ്തിലക്കാവിലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് തെക്കേ ഗോപുര നട തുറന്ന് ഇതാ പുറത്തേക്ക് നമുക്ക് മുൻപിലേക്ക് വരികയാണ്. ഇനി ഈ ഗജവീരൻ നമുക്ക് മുൻപിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരിട്ട് ഒരു പക്ഷേ ആളുകൾക്കൊക്കെയും ആനയെ കാണുമ്പോൾ ഒരു ഭയങ്കര ഫീലിങ്സ് ആണ്. നേരിട്ട് സംസാരിക്കാനോ ഒന്നും പറ്റില്ലെങ്കിൽ പോലും കുറെ സംഭാഷണങ്ങൾ കൂടെ നടക്കുന്ന പോലെ നമുക്ക് തോന്നും. മുന്നോട്ട് വന്ന് ആ തുമ്പിക്കൈ ഉയർത്തി, അല്ലെ, ചൂടിനെ അവഗണിക്കാൻ ആരെയും ചെവികളൊക്കെ ആവേശത്തിലാഴ്ത്തി പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയാണ്. തിടമ്പ് ചെറുതായിട്ടൊന്ന് ചിരിച്ചു കൊടുത്ത് പതുക്കെ നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി ശിവകുമാർ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നു. മേളം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പറയൊക്കെ നേരത്തെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ആളുകളുടെ കൈകളിൽ മുഴുവൻ എല്ലാവരും ഈ ചെറിയ സ്ക്രീനിലാണ് ഈ കാഴ്ച കാണുന്നത്. ഒരു കൗതുകമുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു വലിയ കാഴ്ച നിൽക്കുമ്പോൾ എല്ലാവരും ഫോണിലേക്ക് നോക്കി ചിത്രം പതിയുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. നേരിട്ടുള്ള വലിയ മനോഹരമായ കാഴ്ചയാണ്. ഓം നമഃ ശിവായ. വടക്കുംനാഥന്റെ മുൻപിലായി എറണാകുളം ശിവകുമാർ അനുഗ്രഹങ്ങളോടെയും ഏറ്റുവാങ്ങി മനോഹരമായി നടത്തട്ടെ. എല്ലാ പൂരപ്രേമികൾക്കും അവരുടെ സന്തോഷം നൽകുന്ന കാഴ്ച. തിരികെ നല്ലതിലേക്കും നന്മയിലേക്കും തിരികെ കൊണ്ടുവരാൻ കഴിയട്ടെ. തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നു, അല്ലെ? തുമ്പിക്കൈ ഉയർത്തി വണങ്ങിക്കൊണ്ട് ഈ കാഴ്ചയ്ക്കാണ് കാത്തിരുന്നത്. ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ആ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കാണുന്ന ഏറ്റവും അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ഈ കാഴ്ച ഇവിടെയല്ലാതെ മറ്റെവിടെ കാണാനാകും എന്നുള്ളതാണ്. തൃശ്ശൂർ പൂരത്തിന്റെ സവിശേഷമായിട്ടുള്ള മറ്റെവിടെയും കാണാനാകാത്ത തീർത്തും അവിസ്മരണീയമായിട്ടുള്ള കാഴ്ച. വീണ്ടും വീണ്ടും വണങ്ങുകയാണ്, അല്ലെ? ആകാശത്തേക്ക് ഉയർത്തി ലോകത്ത് തന്നെ നമുക്ക് മാത്രം അവകാശപ്പെട്ട, നമുക്ക് മാത്രം അതിന്റെ ചരിത്രം അവകാശപ്പെടാൻ കഴിയുന്ന മനോഹരമായൊരു കാഴ്ച. ഇത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ഒത്തിണക്കത്തിന് കൂടി കഥയാണ്. ഇപ്പോൾ ആനയെ എഴുന്നള്ളിക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങൾ ആളുകൾക്ക് നിലപാടുകളുണ്ട്. പക്ഷേ തൃശ്ശൂർ പൂരത്തിലേക്ക് ആനയെ കൊണ്ടുവരുമ്പോൾ അതിനെടുക്കുന്ന ഒരു കരുതൽ എത്രയാണ്, ആനയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന കരുതലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ മനോഹരമായി ആളുകൾ ആനയ്ക്ക് ഗജവീരനായി വഴി പതുക്കെ വഴി മാറിക്കൊടുക്കുന്നു. ഗജവീരൻ കടന്നു വരികയാണ്. മുന്നോട്ടേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. മേളമുറുകുന്നു. വെഞ്ചാമരം ആനപ്പുറത്തേറിയ മിടുക്കന്മാർ വെഞ്ചാമരം ആലവട്ടവും വീശുന്നു. നീലക്കാവിലമ്മ അല്ലേ തിടമ്പലിങ്ങനെ തൻ്റെ ഈ നാടിന്, തൻ്റെ സ്വന്തം തട്ടകത്തിന് എല്ലാവിധ നികരാശംസകളും നേരുകയാണ്. ഒപ്പം നമ്മുടെ പൂരമിത തുടങ്ങുകയായി എന്ന് അമ്മയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടറിയുന്ന ഒരു നിമിഷം കൂടിയാണ്. അമ്മയുടെ ശബ്ദമാണ് എറണാകുളം ശിവകുമാറിന്റെ തുമ്പിക്കൈ ഉയർത്തലും അവന്റെ തലയാട്ടിലും ഒക്കെയായി. എന്ത് സൗമ്യനായാണല്ലേ ശിവകുമാറിനെ കാണപ്പെടുക എന്നുള്ളതാണ്. ആ കണ്ണുകൾ ഒക്കെ കാണുമ്പോൾ രാമനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് എന്ന് പറയുമ്പോഴും ഇതൊരു വേറിട്ട കാഴ്ചയാണ്. രാമന്റെ എടുപ്പിനപ്പുറത്തേക്ക് മറ്റൊരെടുപ്പാണ് എറണാകുളം ശിവകുമാറിൽ കാണാനാകുന്നത്. കുറുമ്പ് കാട്ടാതെ വളരെ പ്രകൃതിയിൽ മാറ്റം അനിവാര്യമാണ്. സ്വാഭാവികമായിട്ടും ഓരോ ആനകൾ വരുന്നു. ആനകളുടെ ഒരു കർമ്മത്തിനുള്ള സമയം കഴിഞ്ഞാൽ, അവരുടെ ഒരു സമയം കഴിഞ്ഞാൽ അവർ മാറുന്നു. ആ സ്ഥാനത്തേക്ക് മറ്റ് ആനകൾ അവരോധിക്കപ്പെടും. അങ്ങനെ അവരോധിക്കപ്പെടുകയാണ് എറണാകുളം ശിവകുമാർ. ഇനിയുള്ള കുറച്ച് വർഷങ്ങൾ തീർച്ചയായും പക്ഷേ ഈ ഒരു ചടങ്ങിന് അത് എറണാകുളം ശിവകുമാർ തന്നെ ആയിരിക്കാനാണ് സാധ്യത.